Hi, hello. I'm Renjit and welcome to NG Talks. ഇന്ന് നമ്മൾ 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പ വഴിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനത് എഴുതുന്നത് 125ന്റെ സ്ക്വയർ എങ്ങനെ കാണാമെന്നുള്ളതാണ്. 125ന്റെ സ്ക്വയർ. ഓക്കെ, 125ന്റെ സ്ക്വയർ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ? 125 ഗുണം 125 അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 125 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഡിജിറ്റ് ആണുള്ളത് അല്ലെ? അതിനെ ഞാൻ എന്ത് ചെയ്യാം? 2 ഡിജിറ്റ് ആക്കി മാറ്റാം. ഒന്നൊന്ന് റൗണ്ട് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? 1 25 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 12 5 എങ്ങനെ വേണം എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എടുക്കുന്നു 1 and 25. അപ്പം നമ്പേഴ്സ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ 1ന്റെ സ്ക്വയർ എഴുതാം. 1ന്റെ സ്ക്വയർ നമുക്കറിയാം 1 ആണ്. ഓക്കെ, ഇനി 25ന്റെ സ്ക്വയർ നമുക്കറിയാം 625 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ 625 എഴുതുന്നതിന് മുന്നേ ഇവിടെ ഞാൻ 0 ഇട്ട് കൊടുക്കണം. ഈ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യാമോ? ഒരു 0 ഇടും കേട്ടോ. ഓക്കെ, അതിനുശേഷമാണ് ഞാൻ 625 സ്ക്വയർ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് നമ്പേഴ്സ് ആക്കി നമ്മൾ വെച്ചിട്ടില്ലേ, അതിനെ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഈ നമ്പർ കൊണ്ട് ഇതിനെ ഗുണിക്കുക. 25 × 1 എടുത്താൽ നമുക്ക് 25 എടുക്കണം അല്ലെ? 25 ആണ് നമുക്ക് കിട്ടുക. ആ 25ന്റെ ഇരട്ടി എടുക്കാം. സ്ക്വയർ ആണുള്ളതുകൊണ്ട് 25ന്റെ ഇരട്ടി എടുക്കാം. 25ന്റെ ഇരട്ടി എത്രയാണ്? 50 ആണ് അല്ലെ? 50 ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് കേട്ടോ. 50 എങ്ങനെ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ 2 സ്ഥാനം മാറ്റി വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ 2 സ്ഥാനം മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ 25 അല്ലെ, അത് നമ്മൾ മാറ്റി ഇങ്ങോട്ട് കയറ്റിയാണ് എഴുതുക. അതായത് ഇവിടെയാണ് ഞാൻ 50 എഴുതി കൂട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണത്? പ്ലസ് ചെയ്യണം, ആഡ് ചെയ്യും. അപ്പം 5 2 6 5 1 നമുക്ക് കിട്ടി 15,625 എന്ന ആൻസർ കിട്ടി. അടുത്ത നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 515 ഞാൻ എഴുതാൻ പോകണം. 515 ഇതേ രീതി 515ന്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആദ്യം 5 15 ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. 5ന്റെ സ്ക്വയർ നമുക്കറിയാം അല്ലെ? എത്രയാണ്? 25 ആണ്. 25 ഞാൻ എഴുതി. ഓക്കെ, 15ന്റെ സ്ക്വയർ എത്രയാ? 15ന്റെ സ്ക്വയർ 225 ആണ് അല്ലെ? പക്ഷെ അത് എഴുതുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യണം? ഒരു 0 ഇവിടെ ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തില്ലേ ഒരു സ്ഥാനത്ത്? അതുപോലെ ഞാൻ ഇവിടെ 0 ആഡ് ചെയ്തു. ഇനി 15ന്റെ സ്ക്വയർ 225. ഓക്കെ, അത് ഞാൻ എഴുതി. ഇനി എനിക്ക് എന്താ ചെയ്യാം? ഈ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയായിട്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പൊ 15 × 5 75 ആണ് അല്ലെ? 75ന്റെ ഇരട്ടി എടുക്കണം. 75 × 2 എത്രയാണ്? 150 കിട്ടും അല്ലെ? എന്നിട്ട് എങ്ങനെയാണ് 2 സ്ഥാനം മാറ്റി അല്ലെ? കുത്തിലെന്നല്ലേ, 2 സ്ഥാനം മാറ്റി നമ്മൾ എഴുതി കൂട്ടാൻ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് 180 എവിടെ എഴുതേണ്ടത്? ഇതിന്റെ താഴെയാണ് 180 വരിക. ഓക്കെ, ഇത് നമ്മളിത് കൂട്ടാൻ പോകാം. നമുക്ക് ആൻസർ ആയി 5 2 2 5 6 2. ഓക്കെ, ആൻസർ കിട്ടി. ഓക്കെ, 642 നോക്കാം അല്ലെ? 642 സ്ക്വയർ ആണ്. ഓക്കെ, 2 നമ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 6 42. 6ന്റെ സ്ക്വയർ 36 ആണ് ഞാൻ അവിടെ എഴുതി. ഇനി 42 സ്ക്വയർ 1764 ആണെന്ന് അറിയാം അല്ലെ? അത് ഞാൻ ഇവിടെ എഴുതാണ്ടായിരുന്നു കേട്ടോ. 1764. നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ നമ്മളൊരു 0 ഇട്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? സംഖ്യകൾ മാറുന്നതിനനുസരിച്ചുള്ള അല്ലെ? അത് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് 42 × 6 അല്ലെ? ഇൻറ്റു ചെയ്യാം. 42 × 6 ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 6 × 2 12 അല്ലെ? ചുരുക്കം ഒന്ന് പോകും. 6 × 4 24. അപ്പൊ 25. 252. അതിന്റെ ഇരട്ടി 282ന്റെ ഇരട്ടി 504 ആണ് അല്ലെ? 2 സ്ഥാനം മാറ്റിയല്ലേ എഴുതേണ്ടത്. അപ്പൊ 504 എവിടെ എഴുതുക? ഇവിടെ എഴുതണം 504. ഓക്കെ, ഇനി നമുക്ക് കൂട്ടാം. 4 6 7 4 11 ശിഷ്ടം 1 2 വീണ്ടും 11 വരുന്നു 4. നമ്മുടെ ആൻസർ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയർ വളരെ വേഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.